ഇത് പറയുമ്പോ ഈ സദസ്സിൽ ഇരുന്ന് പല വാപ്പമാരും കരയുന്നുണ്ട്. ഉസ്താദെ, എന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രണ്ടുപേരും ഖബറിലായി പോയല്ലോ. അപ്പൊ നിനക്ക് അങ്ങനെ തോന്നുമെങ്കിലും ചെയ്തല്ലോ അപ്പ, അതന്നെ വലിയ കാര്യം. നിനക്ക് അങ്ങനെ ഒന്ന് തോന്നുകയെങ്കിലും ചെയ്തല്ലോ. ജീവിച്ചിരിപ്പുണ്ടായിട്ട് തോന്നാത്ത മക്കളുടെ അള്ളാഹു നിങ്ങളുടെയൊക്കെ മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ, ആ പൊന്നുമോന് ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ഉമ്മായിക്കും വാപ്പായിക്കും മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരി കൊടുക്കുമെന്ന് നിയത്ത് ചെയ്യണം. മക്കളൊക്കെ കൈവക്കിക്കും. മരിക്കുന്നതിന് മുമ്പ് എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പാത്രം ചോറ് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല. ഒരു ഉരുള ഭക്ഷണമെങ്കിലും ഉമ്മായിക്കും വാപ്പായ്ക്കും വാരി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്യുക. കൈവക്കിക്കെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ വഅദ് കൊണ്ട് പ്രയോജനമുണ്ട്. രണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് രണ്ടാമതായി പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആയിഷ വലം യസ്ഫിമാ കലാമുൻ ഖതു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തില്ലായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഗുണം, ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്താറില്ല ആ മകൻ. നമ്മൾ ഉമ്മാനെ വിളിക്കണ ഭാഷ കേട്ട കണ്ണതില്ലിപ്പോ. അള്ളാഹുവേ, ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിക്ക്. ഇന്ന് ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്, ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കുന്ന മക്കളുടെ കാലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് മക്കള് പറയും. മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് മക്കള് പറയും. വാപ്പാനോടും ഉമ്മാനോടും പറയും, ഇതിനകത്ത് വല്ലതും തിന്നിട്ട് രണ്ടെണ്ണം ഇവിടെ കടന്നോണം അടങ്ങി ഒതുങ്ങി. ഉമ്മാനോട് പറയാ മക്കൾ, എടാ ഇത് ഈ ലോകം തകർന്നു വീഴാൻ സമയമായതിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നിനക്ക് പണമായി, ഗൾഫുകാരനായ ഭർത്താവുണ്ട്, നിനക്ക് നല്ല സമ്പത്തുണ്ട്, ഈ നാട്ടിൽ വലിയ വീടുണ്ട്, നിനക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എവിടുന്ന വന്നേ? പണ്ട് ഈ നാട്ടിൽ കൂടെ നീയൊക്കെ തെക്ക് വടക്ക് നടന്നിരുന്നൊരു കാലുണ്ട്. ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വായി നോക്കി നടന്നൊരു കാലം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാരും ഒന്ന് പഴയ കാലം ഒരു 10-15 കൊല്ലം പുറകിലേക്കൊന്ന് ചിന്തിച്ചേ. ഒരു 20 വർഷം പിന്നിലേക്ക് പോ. ഒരു ജോലിയില്ലാതെ വായി നോക്കി നടന്നു. ആ സമയത്ത് പള്ളിയിലെ ഉസ്താദിനെ കാണുമ്പോ നിന്റെ ഉമ്മ പറയും, ഉസ്താദേ 50 രൂപ ഉണ്ട്, എന്റെ മോനൊന്ന് ദുആ ചെയ്യണം ഒരു നല്ല ജോലി കിട്ടാൻ. പാപ്പായും ഉമ്മായും ഉസ്താദന്മാരോടും മക്ബറകളിലും എല്ലാ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിനക്ക് വേണ്ടി ദുആ, എന്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ദുആ. നീ ചെയ്തിട്ടുണ്ടാവൂല അതുപോലെ, ഞാനും നിങ്ങൾ അത്രയും ദുആ ചെയ്തിട്ടുണ്ടാവില്ല. ഉമ്മയുടെ കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കാര്യമാ പറഞ്ഞു. അങ്ങനെ നിനക്ക് ദുആ ചെയ്ത് ഒരു വിസ റെഡിയായി, ഗൾഫിൽ പോകാൻ ഒരു വിസ റെഡിയായി. അള്ളാഹുവെ പടച്ചവൻ അങ്ങനെ ഉമ്മ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത്, മോനെ പൊക്കോടാ, അള്ളാഹു നിന്നെ കൈവിടില്ല, പോ, ഞാനുണ്ടല്ലോ, പോ. ഉമ്മ ഗൾഫിലേക്ക് യാത്രയാക്കി. ഗൾഫിൽ പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു, ഉമ്മ അറബി ഭയങ്കരനാ ഉമ്മ, ഇവിടെ ചൂടാ ഉമ്മ, ഇവിടെ കുബൂസും പച്ചവെള്ളമേ ഉള്ളൂ ഉമ്മ, ശമ്പളവും കുറവാ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ അറബിയുടെ മനസ്സൊക്കെ മാറും, ഞാനുണ്ടല്ലോ, മോൻ അവിടെ നിൽക്കുന്നു, ക്ഷമിക്ക്. ഉമ്മായും വാപ്പായും വീണ്ടും കരഞ്ഞ് ദുആ ചെയ്ത് അറബിയുടെ മനസ്സ് വരെ മാറ്റി. നിനക്ക് ശമ്പളം കൂടി, എല്ലാ സൗകര്യവുമായി, നീ നല്ല നിലയിലായി, അൽഹംദുലില്ലാഹ്. ഉമ്മ ഉടനെ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു സാലിഹത്തായ പെണ്ണ്, ഒരു നല്ല പെണ്ണിനെ തന്നെ കൊടുക്കണേ അല്ലാ. ഉമ്മ ദുആ ചെയ്തു നാട്ടിൽ വന്നു. കരിങ്കല്ലത്താണിയിൽ ഏറ്റവും സമ്പന്നന്റെ മകളെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചു, നിനക്കൊരു നല്ല കെട്ടിയവനെ കിട്ടിയേട്ടാ, നിനക്കൊക്കെ നല്ലൊരു ജീവിതം കിട്ടി, അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞപ്പോ അല്ലാഹുവേ നീ ദുആ ചെയ്തിട്ടുണ്ടാവൂല, ഇത്രയും എനിക്ക് മക്കളെ കിട്ടണേ. നീ കെട്ടിയപ്പോഴേ പറഞ്ഞു, ഇപ്പോഴെങ്ങും മക്കള് വേണ്ട, 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. നീ കെട്ടിയപ്പോഴേ ഭർത്താവിനോട് പറഞ്ഞപ്പോഴെങ്കിലും വേണ്ടാന്ന്. എന്നാ ഉമ്മയും വാപ്പയും ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുവേ എന്റെ മോനൊരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ, എന്റെ മോള് എനിക്ക് കുഞ്ഞിനെ കാണാനുള്ള കൊതി കൊണ്ടാ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത് നിനക്ക് അല്ലാഹു മക്കളെയും തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ഉമ്മ ദുആ ചെയ്തു, എല്ലാ മക്കൾക്കും വീടായി, അവന് മാത്രമായില്ല അല്ലാ, അവനൊരു വീട് കൂടെ കൊടുക്ക റബ്ബേ. ദുആ ചെയ്ത് നിനക്ക് വീടുമായി. അവസാനം പാലുകാച്ചൊക്കെ നടത്തി വീട്ടിൽ നീയൊക്കെ നല്ല നിലയിലായി കഴിഞ്ഞപ്പോ ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുവന്ന് വീടിന്റെ അകത്തിരുത്തിട്ട് ഇവൻ പറയാ, വല്ലതും കഴിച്ചിട്ട് ഇവിടെ കടന്നോണം കേട്ടോ, അതിൽ തെങ്ങും കയറരുത് കേട്ടാ, രണ്ടുപേരും അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം, വാപ്പാനെയും ഉമ്മാനെയും ഭരിക്കാൻ വളർന്നു നീ.
നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ഭരിക്കാൻ വളർന്നു. നീ അല്ലാഹു അലം അത്രയ്ക്കും വളർന്നു പോയില്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്ക് ഭരിക്കാനാണെങ്കിൽ പെണ്ണും പിള്ളയും മക്കളെയും ഭരിക്കണം. ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഭരിക്കണമെന്ന് തോന്നിയാ നിന്റെ കൂടെ കിടക്കണം നിന്റെ പെണ്ണുമ്പിള്ളയല്ലേ, അവളെ റൂമിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് ഭരിക്കണം. അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറുന്നു. പിന്നെ നിന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, അവനെ ഭരിക്കും. അല്ലാതെ ഉപ്പാനെയും ഉമ്മാനെയും നീ ഭരിക്കാനായിട്ടില്ല. എത്ര വളർന്നാലും എവിടെ എത്തിയാലും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് എല്ലാ ഉമ്മമാരുടെ അവസ്ഥ ഉമ്മയുടെ ജോലി എന്തെന്നറിയും? ഉമ്മ പിന്നെ വലിയ ജോലിക്കാരിയാ. പാപ്പാടെ കൂടെ ജീവിക്കുമ്പോ ഉമ്മ ജോലിക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉമ്മ ജോലിക്കാരി. എന്തെന്നറിയോ? ഇവൻ ഗൾഫിലൊക്കെ പോയി. ഉമ്മ ചോദിച്ചു, മോനെ എനിക്ക് ഗൾഫ് നാടൊന്ന് കാണണം, കൊണ്ടുപോയി. ഇല്ലുമ്മ വിസ ഒന്നും കിട്ടത്തില്ല, അല്ലോ റൂമൊന്നും ഇല്ല, ഭയങ്കര പൈസയാ. അവസാനം പെണ്ണ് കിട്ടി. പെണ്ണുമ്പിള്ള അങ്ങോട്ട് പെണ്ണ് കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ പെണ്ണുമ്പിള്ള അപ്പൊ വിസ എവിടെ നിന്ന് വന്ന റൂം എവിടെ പോട്ടെ, പിന്നെ ഭാര്യയാണല്ലോ കൊണ്ടുപോകണം, കൊണ്ടുപോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ വിസ റെഡി ആയിട്ടുണ്ട്. ഉമ്മായിക്കും അള്ളാണ. ഉമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അയൽവാസികളോട് പറയാൻ തുടങ്ങി, മക്കബറയിലൊക്കെ പോയി ദുആ ചെയ്യാൻ തുടങ്ങി. മോൻ ഗൾഫിൽ കൊണ്ടുപോകല്ലേ. അങ്ങനെ പാവ ഇവിടെ നിന്നൊക്കെ യാത്ര പറഞ്ഞ് ഗൾഫിൽ പോയി. കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്ന് കയറി ഫ്ലൈറ്റിൽ കയറി അങ്ങ് ചെന്നു. അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ മകൻ വണ്ടിയും കൊണ്ടുവന്ന് ഉമ്മാനെ വിളിച്ചു ഫ്ളാറ്റിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴാ തള്ളയ്ക്കൊരു കാര്യം മനസ്സിലായത്. ഇവൻ സ്നേഹം കൊണ്ടൊന്നും കൊണ്ടുപോയതല്ല, ഇവന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കാറായി, പ്രസവം എടുക്കാൻ കൊണ്ടുപോയതാ. കാരണം ഇതാ, ഇന്ന് ശരിക്കൊന്നും വേണ്ട, സത്യം ഇതാ. കാരണം വേറെ ഒരുത്തിയെ വിളിച്ചു നിർത്തി അവള് ചോദിക്കും 50,000 60,000 കൊടുക്കണം. അവള് പോകുമ്പോ ഹജ്ജിന് പോകുന്നവനെ യാത്രയാക്കണ പോലെ ആക്കണതാ. എടാ 40 ദിവസം ജോലിക്ക് വരുന്ന പെണ്ണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരും. എന്തെന്നറിയോ? ഭയങ്കര ഡിമാൻഡാ. അവര് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പ്രവാസി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് പോലെ ലഗേജ് കെട്ടി കൊടുത്തുവിടണം അങ്ങോട്ട്. 50,000 രൂപ. ഈ തള്ളയ്ക്കാകുമ്പോ തിന്നാൻ വല്ലതും കൊടുത്താൽ മതി. ഫ്രീ സർവീസ്. ഉമ്മയുടെ ജോലി മക്കളുടെ പേരെടുക്കല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെടൂല ഉള്ളത് പറയുമ്പോ, പക്ഷെ പറയാൻ ഒരു മടി എനിക്കില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പ പിന്നെ നല്ല ജോലിയേട്ടാ. വാപ്പ പിന്നെ ഡീസന്റാ. വാപ്പയുടെ ജോലി എന്താ? കരിങ്കല്ലത്താണെങ്കിൽ നല്ല ഒരു വീട് കെട്ടിയിട്ടിട്ടുണ്ട് നിന്റെ മോൻ. അവിടെ പെണ്ണും പിള്ളയും മക്കളും മാത്രമേ ഉള്ളൂ. മോൻ വിളിച്ചിട്ട് പറയും, ഉമ്മ വാപ്പാടത്ത് വിളിച്ചിട്ട് പറയും, വൈകിട്ടൊന്ന് കാവലിടക്കാൻ പോണേന്ന്. ഇല്ല, ATM കാവലിരിക്കണമല്ലേ. വാപ്പാടെ ജോലി എന്തെന്നറിയാ? എടാ, അവന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും വീടിന് കാവല് കിടക്കൽ. വയസ്സാം കാലത്ത് പെണ്ണും പിള്ളയുടെ കൂടെ കിടക്കാൻ വിടൂല മക്കള്, അല്പമെങ്കിലും ഉണ്ടെങ്കിൽ. എടാ, സ്വന്തം പെണ്ണും പിള്ളയുടെ കൂടെ പ്രായമാകുന്ന കാലത്ത് വാപ്പയും ഉമ്മയും താങ്ങും തടവാകേണ്ട ഭാര്യയും ഭർത്താവും ആ പ്രായമാകുന്ന കാലത്ത് കൂടെ കിടക്കാൻ പറ്റൂല. അപ്പോഴും പറയാം അപ്പുറത്ത് പോയി കിടക്കാൻ. ഇതാ അവസ്ഥ. വാപ്പാടെ ജോലി ഇതാ. എന്റെ പൊന്നു മക്കളെ, നേരെ ചൊവ്വ ജീവിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ കൊച്ചു കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നിന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഉമ്മാടെ മുന്നിൽ ഉയരും. വാപ്പായെക്കാളും വലിയ ആളാവും നീ. വാപ്പായെക്കാളും നിനക്കിങ്ങനെ ഉമ്മാടെ മുന്നിൽ കയർക്കുന്ന മക്കളുണ്ട് അല്ലേ? പണ്ടൊക്കെ ഈ താത്താമാരൊക്കെ ഒന്ന് ആലോചിക്കേ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കും സ്കൂള് വിട്ട് വീട്ടിൽ ചെല്ലുമ്പോ വാപ്പ പറയും, മോളെ അമീന കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആയിരിക്കുന്നത് ആ പയ്യൻ. ഒരൊറ്റ കരച്ചില, ഉമ്മ എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണല്ലോ, വിളിയും ബഹളവും. വാപ്പ പറയും, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ മിണ്ടൂല, കഴിഞ്ഞു. എന്നാ ഇന്ന് 18 വയസ്സുകാരി വീട്ടിൽ പോയിട്ട് ആ വാപ്പാനോട് പറയും, വാപ്പ ഞാനൊരു ചേട്ടനെ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ചു തരണം. ഞാനൊരുത്തരെ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ചു തരണം. പാപ്പ ചോദിക്കും, മോളെ അത് അബൂബക്കർ അല്ല, ഗോപാലനല്ലേ? ആ ഗോപാലനൊക്കെ തന്നെയാ, അവന് തന്നെ എനിക്ക് വേണം, കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഞാനങ്ങ് ഇറങ്ങിപ്പോകും. ഇതാരാ പറയട്ടെ? മക്കൾ. ഇന്നത്തെ മക്കളുടെ കാലവിധ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നീ എത്ര വളർന്നാലും ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. വാപ്പാടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയർന്നാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? തന്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താറില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയല്ലോ. പക്ഷേ ഇന്ന് എന്നല്ല പറയുന്നത്. ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കള്, ഉമ്മാനെ കളിയാക്കുന്ന മക്കള്, ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന മക്കള്, അല്ലാഹുവേ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നോ ചെറുപ്പക്കാരാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമെന്താ? ആ
അവിടെന്ന് പറയുകയാണ് ഹത്താ കാന യസ്അലു മൻ ഇൻദഹാ ബഅദ അൻ യഖ്റുജ മാദാ ഖാലതു ഉമ്മി. തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നോ, മാതാവ് രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് അവര് തിരിച്ചു പോകുമ്പോ ഉമ്മ കാണാതെ ഇറങ്ങി പോകുകയാ. വീട്ടിൽ വിരുന്ന് വന്നിട്ട് പോകുന്നവരുടെ പുറകെ പോവുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുകയാ, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മയ്ക്ക് എന്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ, ഉണ്ടെങ്കിൽ പറ, ചെയ്തു കൊടുക്കാരാ. വീട്ടിൽ വന്ന് ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരുടെ പുറകെ ചെന്ന് ഉമ്മയുടെ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ കൂടെ ചെന്നിട്ട് ചോദിക്കും, ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ, വീട്ടിൽ വല്ല പരാതിയും പറഞ്ഞോ. ഇന്നാണെങ്കിൽ അങ്ങനെ പോയി ചോദിച്ചിട്ട് ഉമ്മാനെ തല്ലും. ഇന്നത്തെ മക്കള് ആരോടെങ്കിലും ഉമ്മ വല്ല പരാതിയും പറഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ എന്തിനാ നാട്ടുകാരോട് പറഞ്ഞ് എന്നെ നാണം കെടുത്ത ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ ചെറുപ്പക്കാരൻ അങ്ങനല്ല. ഈ മകനോട് ഉമ്മ ഒന്നും പറയാറില്ല. അത് അങ്ങനെ ഉമ്മ അങ്ങനെ തന്നെ. ഉമ്മ പല മക്കളോട്, നമ്മളോട് പലരോടും ഉമ്മയുടെ പല ആഗ്രഹവും പറയാറില്ല. അത് പറയാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, പെണ്ണുമ്പിള്ളയെ പേടിച്ചിട്ടാ തന്നെ. നമ്മുടെ ഭാര്യമാരെ പേടി, അതുകൊണ്ടാ പറയാത്തെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചിട്ട് അറിഞ്ഞ് ചെയ്തു കൊടുക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ വരുന്നവരോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഉമ്മായും വാപ്പായും പറയുന്നതെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രോഗം പിടിച്ച് കിടക്കണ വാപ്പ പറയും, മോനെ പ്രഷറിന്റെ ഗുളിക തീർന്നടാ, ഇത്തിരി വാങ്ങിത്താ. നിങ്ങളിപ്പം ചോറിന് പകരം ഗുളികയാണോ തിന്നണേന്ന് കഴിക്കണേ? എടാ, പ്രഷറിന്റെ ഗുളിക, ഷുഗറിന്റെ ഗുളിക ഒന്ന് വാങ്ങിത്തരാൻ പറയുമ്പോഴും ചോദിക്കുന്നത് അടുത്ത ചോദ്യം വാങ്ങിത്തരാന്നല്ല, നിങ്ങൾ എന്താ ഇതാ തിന്നണേന്ന് ചോദിക്കണേ. അതിനു പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ പാവങ്ങൾ പട്ടിണി കിടന്നിട്ടാ നമ്മളെ വളർത്തിയത്. നമ്മൾ രോഗം പിടിച്ച് കിടക്കുമ്പോഴും അല്ലാഹു ഉമ്മ രോഗിയാ, എന്നാലും നമ്മൾ കരഞ്ഞ പാല് തന്ന് നമ്മളെ വളർത്തിയവരാ അവരില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ മാസത്തിൽ ആരെങ്കിലും ഉമ്മാടെയും വാപ്പാടെയും മുഖത്ത് സ്നേഹത്തോടെ നോക്കിയാൽ, അത്രേ പറഞ്ഞുള്ളൂ, സ്നേഹത്തോടുകൂടി നിങ്ങൾ ആരെങ്കിലും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തില് ആരെങ്കിലും തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്കൊന്ന് നോക്കിയാൽ അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഒരെണ്ണം കൂടെ പറഞ്ഞു ദുആ ചെയ്യാ. 12 മണിയായി ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സയ്യിദ് റബറുകൾ കഥാ ദുആയിക്ക് കടന്നു വരാ സമയമായി, അതുകൊണ്ട് നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ചുമക്കുന്ന മക്കളിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളാണ്. അവർക്കൊരു സ്ഥാപനം പണിയുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, 4 ശബ്ദങ്ങൾ അല്ലാഹുവിന്, 3 ശബ്ദങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള 3 ശബ്ദങ്ങളുണ്ട്. 3 ശബ്ദങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതിലെ ഒന്നാമത്തെ ശബ്ദം എന്തെന്നറിയുമോ? ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഓതേണ്ട മാസമാണ്, ഹത്തം തീർക്കേണ്ട മാസമാണ്, ഖുർആനുമായിട്ട് അടുക്കേണ്ട മാസമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്നവരോട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നിസ്കാര റൂമിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് ഖത്തം ഓതുന്ന എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിന് ഏറ്റവും
ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. രണ്ടാമത്തെ ശബ്ദം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ദിക്ർ പറയുന്ന ശബ്ദമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെല്ലാ ദിക്റുകളാണല്ലോ. ഇതിന്റെ മഹത്വം നമുക്കറിയുമല്ലോ. അതുകൊണ്ട് റമളാനിൽ ദിക്ർ പറഞ്ഞു. ആ ശബ്ദവും അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. മൂന്നാമത്തെ ശബ്ദം എന്തെന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇസ്തിഗ്ഫാർ പറയുന്നത് അല്ലാഹുവേ, ആ ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള് നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അല്ലാഹുവേ തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഈ 3 കാര്യമാണ്. അതുകൊണ്ടാണല്ലോ റമളാനിന്റെ 30 ദിവസം നമ്മൾ ദുആ ചെയ്യുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഈ ദുആ മറക്കരുത്. ഈ 4 കാര്യം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമോ? ഈ 4 കാര്യം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമോ? ഷഹാദത്ത് കലിമ പറയുന്നത് പടച്ചവന് വല്ലാത്ത ഇഷ്ടമാണ്. അത് മീസാൻ എന്ന താർഫാസിലെ പാലമുള്ള വസ്തുവാണ്. 2 അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ പടച്ചവന് വല്ലാത്ത ഇഷ്ടമോ? പാപം ചെയ്ത അടിമ പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ ഞാൻ കണ്ണു കുടിച്ചു പുറത്തു തരണേ, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും കുടിച്ചു, ഒന്നും പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു, പിന്നെയും പശ്ചാത്തപിച്ചു, പിന്നെയും ചെയ്തു, പിന്നെയും പശ്ചാത്തപിച്ചു. അല്ലാഹു നിന്നോട് വെറുപ്പില്ല, സ്നേഹം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3 അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്, എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്. എപ്പോഴും ചോദിക്കണം ചെറുപ്പക്കാരാ, എപ്പോഴും ചോദിക്കണം. പിശുക്ക് കാണിക്കാൻ പാടില്ല. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നീ അവിടെ നിന്ന് ചോദിക്കണം, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ. എങ്കിലും നിനക്ക് സ്വർഗ്ഗം ഉറപ്പാടാ, നിനക്ക് സ്വർഗ്ഗം ഉറപ്പാ. 4 വഅഊദു ബിക മിനൻ നാർ. നരകത്തിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ 4 കാര്യം റമളാനിൽ മറക്കാതെ പറയടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ ഓതുന്ന സമയത്ത് നേരെ ചൊവ്വയിരുന്ന് ഖുർആൻ ഓതണേ. ഒരു മനുഷ്യനിരുന്ന് ഖുർആൻ ഓതുമ്പോ കാണാൻ ആളുണ്ടാകണമെന്നില്ല. ഈ വീടിന്റെ അകത്ത് ഒറ്റയ്ക്കിരുന്നാണ്, പള്ളിക്കകത്ത് ആളില്ലാത്ത സമയത്താണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യന് ഖുർആൻ ഓതുമ്പോ ആ മനുഷ്യന്റെ ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഓതുന്നത് കേൾക്കാം, ഓതുന്നത് കേൾക്കാം. അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാണ്, പടച്ചവന്റെ മലക്ക് വന്നിരുന്ന് കേൾക്കുകയാണ്. 2 റമളാനിൽ ഖുർആൻ ഓതുന്ന പെണ്ണ്, റമളാനിൽ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ, ഓതുന്നത് കേൾക്കാനും മലക്കുകളുണ്ട്. 2 ആ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ നെറ്റിത്തടത്തില് ചുംബിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ നിന്നെ ചുംബിക്കുന്നുണ്ട്, അവര് നിന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, അവര് നിനക്ക് മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. 3 ആ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പരിശുദ്ധമായ റമളാൻ മാസത്തില് എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടെ അല്ലാഹുവിന്റെ ഖുർആൻ ചുമക്കുന്ന, ഖുർആൻ പഠിക്കുന്ന
150-ൽ പരം മക്കളുണ്ടല്ലോ, നാടും വീടും വിട്ടിട്ട് അവരിവിടെ വന്ന് തറയിൽ കിടക്കുന്നത് പടച്ചവനെ ഖുർആൻ പഠിക്കാനുള്ള മോഹം കൊണ്ടാണ്. അല്ലാഹുവേ, ഇവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അവർക്ക് മനോഹരമായ വീടില് അവർക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അതെല്ലാം കളന്നിട്ട് ഇവിടെ വന്ന് കിടക്കുന്നവരാ. ഈ മക്കളെ നിങ്ങൾ മറക്കരുത്. ഈ മക്കളാണ് ഈ നാടിന്റെ ഐശ്വര്യം. ഈ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ ദുആഇക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനിവിടെ നിന്ന് പിരിയുകയാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നബി അവിടെ നിന്ന് പറയുകയാണ്. അവിടെ നിന്ന് പറഞ്ഞതെന്നറിയുമോ? മബ്റൂറായ ഹജ്ജിന് അതാ സ്വർഗമാണ് പ്രതിഫലം. സഹാബികൾ ചോദിക്കുന്നു, നബിയേ, മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വിശദീകരണത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന് മുത്തഇമുൽ ജിയാദ്, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അതാണ് മബ്റൂറായ ഹജ്ജ്. അതിന്റെ വിശദീകരണത്തിൽ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, നാടും വീടും വിട്ട് ചുപ്പയും തൊപ്പിയും ധരിച്ചുകൊണ്ട് ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് നിങ്ങൾ ആരെങ്കിലും കഴിക്കാൻ ഭക്ഷണം കൊടുത്താ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ്, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാണ്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലൊന്ന് ചുംബിച്ചാൽ സർവ്വ പാവങ്ങളും പൊറുക്കുന്ന കല്ലാ. ആഗ്രഹമില്ലേ വാപ്പാ, ആഗ്രഹമില്ലേ പെങ്ങള്? ചുംബിക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്കൊന്ന് തൊടാൻ കൊതിയില്ലേ? കഅബാലയത്തിന്റെ കില്ല പിടിക്കണ്ടേ? മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച് ദുആ ചെയ്യണ്ടേ? ഇസ്മായിൽ അകത്ത് കയറി നിസ്കരിക്കണ്ടേ? സ്വർണ്ണ പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യണ്ടേ? സംസം വെള്ളം സ്വന്തം കൈകൊണ്ട് കോരി കുടിക്കണ്ടേ? സഫായിലും മർവായിലും പോയി ദുആ ചെയ്യണ്ടേ? ജന്നത്തുൽ ബഖിയ കാണണ്ടേ? മുത്തുനബിയുടെ റൗള കാണണ്ടേ? ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗ്ഗത്തിൽ പോയി ദുആ ചെയ്യണ്ടേ? മുത്തുനബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്ത മൻസാറ കബരി വജബത് ലഹു ശഫാഅത്തി. എന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവര് നാളെ എന്റെ ശഫാഅത്തുണ്ടെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്ന്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ അതിഥിയാകോ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് പോകാ. രണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് ഹലാലായ ഭക്ഷണം മതി. ഹറാമായ ഒരു തന്റെയും 5 പൈസ ഇവർക്ക് വേണ്ട. കാരണം ഇവര് ഖുർആൻ ചുമക്കുന്ന മക്കളാ. അതുകൊണ്ട് പെങ്ങള്, നീ മക്കൾക്ക് അന്നം കൊടുക്കാതെ തീരുമാനിച്ച അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം 2, ഒരു നല്ല ജീവിതമാ.